വരികൾ ഇങ്ങനെ തന്നെയായിരുന്നു. മലയാളത്തിൽ ഇപ്പം എൻ്റെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് അല്ലെങ്കിലും നമുക്ക് പ്രിയദർശൻ ചേട്ടൻ്റെ ലിറിക്സ് എടുക്കാം. അദ്ദേഹത്തിന്റെ വരികളെല്ലാം സിമ്പിളാണ്. സിനിമയിലെ എല്ലാ പാട്ടുകളിലെയും കാവ്യാത്മകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ഉള്ളിൽ തുഴച്ചു കയറുന്ന വരി സിംഗരാജൻ ചേരിക്ക്. കാരണം അല്ലു അർജുൻ ഇങ്ങനെ വരുമ്പോ ഒരു സെപ്പറേഷനുള്ള ഒരു വാക്ക് കൊടുത്തില്ല എങ്കിൽ ആ സിനിമയിൽ ജീവൻ ഉണ്ടാവില്ല. അതെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷനിൽ വന്നത് തന്നെ. പോക്കിരിയും പീക്കിരിയൊക്കെ വർക്കാവുന്ന അറിയായിരുന്നോ? തീർച്ചയായിട്ടും നോട്ടി ലിറിക്സ് എപ്പോഴും വർക്കൗട്ട് ആവും. വൈകുണ്ഠപുരത്തില് ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ഒരു 5-6 സോങ് പാടും. ഈ 5-6 സോങ് ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതിയിട്ട് ഇത് എഴുതുന്നതല്ല, അതിന് മാച്ച് ആവുന്ന തരത്തിൽ അതിൻ്റെ RR എടുക്കണം. ഞാൻ ആര്യയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഡബ്ബിങ് സിനിമകൾക്ക് റെസ്പെക്റ്റ് ഇല്ല. ഇപ്പം ഇവരൊക്കെ ചിലപ്പോൾ ബണ്ണിയുടെ പടങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അന്ന് തിയേറ്റർ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ 30 രൂപയാണ്, 40 രൂപയാണ്, 60 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 70 രൂപ 60 രൂപയൊക്കെയാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. മലയാളികൾ അല്ലു അർജുൻ എന്ന പേരിനോടൊപ്പം വളരെ കൗതുകത്തോടുകൂടി ഓർത്തു വയ്ക്കുന്ന ഒരു പേര്. അല്ലു അർജുൻ സിനിമകളോളം സൃഷ്ടിച്ചപ്പോൾ ഈ പേര് കൂടി മലയാളിയുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഖാദർ ഹസനാണ് ചേരുന്നത്. ഹാപ്പി റിലീസ് ചെയ്യുകയാണ്. നമസ്കാരം. വലിയ കൗതുകമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ തെലുങ്കിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു. അവിടെ NTR ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ബാലയ്യ ഉണ്ടായിരുന്നു, ചിരഞ്ജീവി ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തൊരു മാർക്കറ്റ് അല്ലു അർജുൻ കേരളത്തിലുണ്ടാക്കി. അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖാദർ ഹസനാണ്. ഈ യുവാവിൽ മാത്രം മലയാളിക്ക് ചേർന്ന് പോകാൻ പറ്റാവുന്ന, മലയാളി ആരാധിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് ഖാദർ ഹസൻ എങ്ങനെയാണ് നോട്ട് ചെയ്തത്? ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഇതൊരു നിമിത്തമാണ്. അതായത് ഞാൻ യാദർച്ഛികമായിട്ട് എൻ്റെ ഒരു 2 സിനിമകൾ പരാജയപ്പെടുമ്പോൾ നമുക്കൊരു അന്നത്തെ സാഹചര്യത്തിൽ, ഞാൻ പറയുന്നത് 2003-ലാണ്. 2003 എൻ്റെ സിനിമ സ്വപ്നം കൊണ്ട് തുലാഭാരം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പരാജയം വരുന്നു. ഞാൻ പോയി തമിഴ് പടങ്ങൾ 2 കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ മലയാള സിനിമ എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വിജയം സുനിശ്ചിതമല്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു മലയാള സിനിമയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ, 2003 കാര്യത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വെക്കുമ്പോൾ അവിടെയും കോമ്പറ്റീഷനാണ്. നല്ല ഹ്യൂജ് എമൗണ്ടിനാണ് ഓരോ സിനിമകൾ ഒരു വർഷത്തിന് മുന്നേ തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നിന്ന് എന്ത് വേറിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ മറ്റ് തലത്തിലേക്ക് പോകുമ്പോഴാണ് യാർച്ചമായിട്ട് തെലുങ്ക് സിനിമയിലേക്ക് കാണുന്നത്. തെലുങ്ക് നുവ എന്ന് പറഞ്ഞൊരു സിനിമയുടെ സോങ്സ് കാണുകയാണ്. അപ്പം ചെന്നൈയിൽ വെച്ചാണ് ഞാൻ നേരെ ലിബർട്ടി, അന്നത്തെ ഒരു ഹോട്ടലിൽ വെച്ച്, ആദിത്യയാണോ ലിബർട്ടി ആണോ, അവിടെ വെച്ച് ഞാൻ കാണുകയാണ്. കണ്ടാലുടനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദിലൊരു സുഹൃത്തിനെ വിളിക്കുന്നു. ഞാൻ ഹൈദരാബാദിലേക്ക് വരികയാണ്. അന്ന് എനിക്ക് 30-something വയസ്സേ ഉള്ളൂ. 30-32 വയസ്സിനുള്ളിൽ ഞാൻ തുടക്കുന്ന ഒരു ആവേശമുണ്ട് എന്നിൽ. ഞാൻ പോയി കാണുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് വെച്ചാൽ തെലുങ്ക് സിനിമകൾ അന്ന് ഒരു എന്താ പറയുക, തെലുങ്ക് സിനിമകളെന്ന് പറഞ്ഞാൽ മുന്നത്തെ തെലുങ്ക് സിനിമകൾ വന്നിട്ടുള്ളതെല്ലാം ഈ കൊമേഴ്സ്യൽ എലമെന്റ് വെച്ചിട്ടുള്ള കൃഷ്ണയുടെയും ചിരഞ്ജീവിയുടെയും ഒക്കെ ഒരു മാസ് മസാല, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു കേരള ട്രഡീഷണൽ ഇമ്പാക്റ്റ്, കേരളത്തിന് അനുയോജ്യമായ ഒരു സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ ആരും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പോയി നുവ എന്ന് പറയുന്നത്, അതായത് അത് മലയാളത്തിൽ പ്രണയമായി എന്ന് പറഞ്ഞ് ഞാൻ റിലീസ് ചെയ്തു. ഐ ആം വെരി സോറി ഒരു 4000. അങ്ങനെ ആ സിനിമ കാണുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് പ്രേക്ഷകർ മലയാളത്തിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊരു ചലഞ്ചായിട്ട് അത് ഏറ്റെടുക്കാം എന്ന് തോന്നി. ആ സമയത്താണ് ഈ സിനിമ കാണാനും അത് രണ്ടാമത് അല്ലു അർജുനിലേക്കും വരുന്നുള്ളൂ. പ്രണയമായി കണ്ടു, അങ്ങനെ അത് എടുത്തു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ശിവമണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ
നാഗാർജുനയുടെ സിനിമ, അത് ഞാൻ തമിഴിലാണ് ഡബ് ചെയ്തത്. അപ്പം അവിടെയും ബാൻ ഉണ്ടായിരുന്നു. തമിഴ് ഡബ്ബിംഗ് പടങ്ങൾ ജയലളിതയുടെ കാലഘട്ടമായിരുന്നു, ഡബ്ബിംഗ് സിനിമകൾ ബാനായിരുന്നു അവിടെയും. തമിഴിൽ ഡബ്ബിംഗ് സിനിമ ചെയ്യാൻ വിടത്തില്ല, അത് ചെയ്താൽ തമിഴ് സിനിമയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെയും ഞാൻ അതിജീവിച്ചു, അവിടെ ഇത് ചെയ്തു. അപ്പം മലയാളത്തിലും ആ സിനിമ ചെയ്യണമെന്ന് തോന്നിയില്ല. അപ്പോഴും മലയാളം ഒരു സ്റ്റഡി അല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊന്ന് മലയാള സിനിമയിലേക്ക് ആ ഒരു പ്രണയമായി എന്നുള്ള ചിത്രം പിന്നെയും കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ചു. ഒരുവിധം നന്നായിട്ട് പ്രണയം ഹിറ്റായി. മറ്റൊരു ദിവസം നോക്കുമ്പോഴാണ് അല്ലു അർജുൻ്റെ ആര്യ എന്ന സിനിമ റിലീസാവുന്നത്. അപ്പം ഞാൻ ആർട്ടിസ്റ്റ് സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള കൾച്ചറിന് മാച്ചാവുന്ന ഒരു സിനിമയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എൻ്റെ മനസ്സിലാത്തുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആര്യ അതിനുള്ള ഫോർമുലകളെല്ലാം ചേരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അല്ലു അർജുനെ ഞാൻ ബണ്ണി എന്നാണ് വിളിക്കുന്നത്. അല്ലു അർജുൻ നോക്കുമ്പോൾ അല്ലു അർജുൻ ഒരു പയ്യൻ, ഒരു 20 വയസ്സുള്ള പ്രായമുള്ള ഒരു പയ്യൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഞാൻ തീരുമാനിച്ചു ഇത് നമുക്ക് എടുക്കാം. അങ്ങനെ 2003 ആ സിനിമ കമ്മിറ്റ് ആവുന്നു. പക്ഷേ അതിൻ്റെ ട്രാക്ക് ദേവിശ്രീ പ്രസാദ് ആയിരുന്നു. ദേവിശ്രീ പ്രസാദ് ട്രാക്ക് തന്നില്ല. പിന്നെ ഒരു വർഷം കാത്തു നിന്നു. ഒരു വർഷം ഇല്ലെങ്കിലും 6-7 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ട്രാക്ക് കിട്ടുന്നത്. അങ്ങനെ നോക്കി ട്രാക്ക് കിട്ടാൻ വേണ്ടിയുള്ള അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആര്യ റിലീസാകാൻ വേണ്ടി തയ്യാറെടുത്തത്. അപ്പോൾ അതിൽ ഒത്തിരി എഫേർട്സ് എടുത്തിട്ടുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അല്ല, അതിൻ്റെ എഫേർട്സ് തീർച്ചയായിട്ടും എടുത്ത് പറയണം. അതായത് ഒരു തെലുങ്ക് പാട്ട് മലയാളം പാട്ടുകളെക്കാൾ കൂടുതൽ പോപ്പുലർ ആവുകയാണ്. അതിലെ വരികൾ അന്നത്തെ യുവാക്കൾ മൊത്തം ഏറ്റുപാടുന്നു, വന്ന് റിംഗ് ടൂൺ ആവുന്നു, ഈ ടി വിയിൽ അത് ഡയൽ ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് പ്ലേ ആവുന്നു, അത് നോൺ സ്റ്റോപ്പായി പ്ലേ ആവുന്നു. അതിലെ വരികളും ഇപ്പോൾ അന്ന് ഭയങ്കര കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യാത്മകമായിട്ടുള്ള ലിറിക്സിനൊക്കെ നെഞ്ചേറ്റിരുന്ന ഒരു സെറ്റ് ഓഫ് ജനറേഷൻ ഉണ്ടായിരുന്നവരെല്ലാവരെ കൊണ്ടും നിൻ സ്നേഹത്തിൽ കോപം കാണും എന്നുള്ള വരിയൊക്കെ പാടിക്കുകയാണ്. ഇങ്ങനത്തെ വരികൾ ഇട്ടാൽ ഇവിടെ വർക്കാണ്. അതെനിക്ക് തോന്നുന്നു അതും സാറിൻ്റെ ഒരു ഐഡിയ ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ നിൻ സ്നേഹത്തിൻ കോപം കാണും അല്ലെങ്കിൽ ഫീൽ മൈ ലവ് എന്നുള്ള ആ വാക്കുകളൊക്കെ അന്ന് എല്ലാവരും പാടി നടക്കുകയാണ്. ഈ വരികളുടെ പിന്നിലത്തെ ഐഡിയ എങ്ങനെയാണ് വന്നത്? വരികളെന്ന് പറയുമ്പോൾ നമുക്ക് ഞാനൊരു സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ്. അപ്പോൾ സിനിമയുടെ അതിയായ ഒരു ഭ്രമം ഉണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ, ഞാനൊക്കെ മെഡ്രാസിൽ 87 കടന്ന ഒരാളാണ്. അപ്പം ദിവസവും 3-4 സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ സിനിമ കാണുകയും സിനിമയെ മാത്രം സംസാരിക്കുകയും സിനിമയിലൂടെ വളർന്നു വരാൻ ശ്രമിച്ച ഒരാളാണ്. പിന്നെ യാർച്ചികമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ ബിസിനസ് കയറി ഫ്ലറിഷായതിൻ്റെ പേരിലാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആ സമയങ്ങളിലുള്ള സിനിമയോടുള്ള ഭ്രാന്തെന്ന് പറയണത് വാക്കുകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കണമെന്ന് ഫസ്റ്റ് പ്രയോറിറ്റി സിനിമയാണ്. 100%. ഇപ്പോഴും അത് തന്നെയാണ് ലൈഫ്. ഇപ്പോഴും എനിക്കറിയില്ല എവിടം വരെ ഞാൻ എത്തുമെന്ന്, ബട്ട് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് സിനിമയിലൂടെ തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും ഇപ്പോഴും എൻ്റെ സറൗണ്ട് സർക്കിൾ മൊത്തം സിനിമ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും സിനിമയെ ഭ്രാന്തമായിട്ട് പ്രണയിക്കുന്നവരുമാണ്. അപ്പോൾ അവരുടെ കൂടെ സംസാരിക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനെ ആരാധിക്കുകയും അതിലൂടെ മുന്നോട്ട് പോകുന്നവരുമാണ് ഓൾമോസ്റ്റ് എല്ലാ സുഹൃത്തുക്കളും. അപ്പോൾ അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സിനിമ ഇറങ്ങിയാൽ അതെന്തുകൊണ്ട് വിജയിച്ചു, അതെന്തുകൊണ്ട് പരാജയപ്പെട്ടു, അതിലെന്ത് ഘടകങ്ങളാണുള്ളത്, ആ ഘടകങ്ങൾക്ക് മികവെന്താണ്. ഇപ്പം മുന്നേ വന്ന ഇപ്പോൾ വാഴ എന്ന സിനിമ വിജയിച്ചുവെങ്കിൽ അതിനർത്ഥം എന്ത്, അതിലെന്ത് കണ്ടന്റാണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്, സഹോദരൻ സഹോദരി, അമ്മായും മകനും അല്ലെങ്കിൽ അച്ഛനും മകനും, ഇതെല്ലാത്തിനേക്കാൾ ഉപരി സഹോദരനും സഹോദരി, അങ്ങനെയുള്ള പല ഘടകങ്ങളും ചേരുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എന്തും അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ അത് അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്താനുള്ള. അപ്പോൾ ഈ വരികൾ സിമ്പിൾ ആക്കണം, ആ ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്? വരികൾ ഇങ്ങനെ തന്നെയായിരുന്നു. മലയാളത്തിൽ ഇപ്പം എൻ്റെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് അല്ലെങ്കിലും നമുക്ക് പ്രിയദർശൻ ചേട്ടൻ്റെ ലിറിക്സ് എടുക്കാം. അദ്ദേഹത്തിന്റെ വരികളെല്ലാം സിമ്പിളാണ്. സിനിമയിലെ എല്ലാ പാട്ടുകളിലെയും കാവ്യാത്മകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ഉള്ളിൽ തുഴച്ചു കയറുന്ന വരികളായി. പാടം പൂത്ത കാലമോ ഏതെടുത്താലും. അപ്പൊ അതിലൂടെ എനിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ലിറിക്സ് ഇങ്ങനെ ആവണമെന്ന്.
ഇപ്പൊ എക്സാമ്പിൾ ഐ ആം വെരി സോറി, ഒരു 4000 സോറി, ആ തെലുങ്കിലെ വാക്ക് മറ്റൊരു വാക്ക്. അതെ 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 അതെ. അപ്പൊ ആ വാക്കിന് ഒരിക്കലും ചേരുന്നതല്ല. ഈ നമ്മുടെ ഹാപ്പിയിലെ ഒരു സോങ് തന്നെ, അത് എക്സാമ്പിൾ കൊഞ്ചണം. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതൊരു സ്ട്രൈക്കിംഗ് വേർഡായിരിക്കണം, അത് പല്ലവിയിൽ ചേരണം. അങ്ങനെയൊക്കെ ചേരുന്ന വാക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ, ഇപ്പം എക്സാമ്പിൾ ഈ അലാ വൈകുണ്ഠപുരം, അങ്ങ് വൈകുണ്ഠപുരത്തിൽ അത് ആ സിനിമയിൽ ഒരു വാക്ക്, സിംഹം വരിയുടെ സിനിമ പാട്ട് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. ആ ഒരു സിനിമയിൽ ഒരു വാക്ക് അദ്ദേഹം പിന്നീട് ഇദ്ദേഹമാണ് എഴുതിയത്, നമ്മളെ കാട്ടാക്കട, ഇതിന്റെ പേര് മുരുകൻ കാട്ടാക്കടയാണ് എഴുതിയത്. പക്ഷെ അതിന്റെ പല്ലവിയിലെ ആ വാക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞു കൊടുത്തത് സ്വീകരിച്ചു. അത് വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ നമിക്കുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ വരികളാണ് സിംഹം, എന്തോ ഒരു സിംഹമാണ് ആ വരി, അതിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ആ വരിയുടെ പല്ലവി അതിൽ നിന്നും തുടങ്ങണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് റിക്വസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആ വാക്ക് സ്വീകരിച്ചു. അപ്പം ഞാൻ എഴുതുന്നതിന് പകരം എന്നേക്കാൾ മികച്ച രീതിയിൽ മുരുകൻ കാട്ടാക്കട ആ പാട്ട് എഴുതി. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു മികവാണ് ആ വരികളിലുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ സിംഗരാജൻ ചിരിക്കുന്നു. സിംഗരാജൻ ചിരിക്കുന്നു, ആ വാക്ക് എൻ്റെ വാക്കാണ്. അത് അദ്ദേഹത്തിനെ ഇൻസൾട്ട് മോശമായിട്ട് കണ്ടേക്കരുത്, അപേക്ഷയാണ് എൻ്റെ. സിംഗരാജൻ ചിരിക്കുന്നു, സിംഗരാജൻ ചിരിക്കും. കാരണം ആ ഇപ്പം അല്ലു അർജുൻ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ഒരു സെപ്പറേഷനുള്ള ഒരു വാക്ക് കൊടുത്തില്ല എങ്കിൽ ആ സിനിമയിൽ ജീവൻ ഉണ്ടാവില്ല. ആ രീതിയിലാണ് അല്ലു അർജുൻ്റെ ആ ഒരു എൻട്രി പറഞ്ഞത്. അപ്പോൾ ഇവൻ പാടുമ്പോ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന തമിഴ് ഡയറക്ടറാണ് വില്ലനായിട്ട് വരുന്നത്. സമുദ്രകനി വരുമ്പോ അവിടെ നിന്ന് വരുന്നതിനൊരു പഞ്ച് വരണമെങ്കിൽ സംതിങ് ഷുഡ് ബി, അവിടെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യലുള്ള ഒരു വാക്ക് വരണം. അപ്പോൾ ആ പൊട്ടൻഷ്യലുള്ള വാക്കാണ് സിംഗരാജൻ ചിരിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ ഓരോ വാക്ക്, ഇപ്പം തുറവൂര് എഴുതിയാലും ചില സജഷൻസ്, കൊച്ചു സജഷൻസ് ഞാൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ ആയാൽ നന്നാവൂലേ, അവരായിരിക്കും തീരുമാനിക്കണം. നമ്മൾ അതെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷനിൽ വന്നത് തന്നെ. അറിയായിരുന്നോ? തീർച്ചയായിട്ടും നോട്ടി ലിറിക്സ് എപ്പോഴും വർക്കൗട്ട് ആവും. 100%. നോട്ടി ലിറിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ തെരഞ്ഞു പിടിച്ചെടുക്കുന്നതാണ്. അത് ജോഫിയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ജോഫി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂടെ ഇരുന്നത്. ഈ 4 ദിവസവും എഴുതിയ ലിറിക്സും, അന്നൊക്കെ നമ്മളൊരു സോങ് എഴുതാൻ തന്നെ ഒരാഴ്ച എടുക്കും, 4 ദിവസം 5 ദിവസം എടുക്കും. ഇന്നാണ് പിന്നെ അതിന്റെ ട്രാക്കിൽ എല്ലാവരും ആയിക്കഴിഞ്ഞു. അപ്പൊ അന്നുള്ള കാലഘട്ടത്തിന് മാച്ചാവുന്ന തരത്തിലേക്ക് നമ്മൾ ഇതെത്തുമ്പോൾ ഈ എഫിഷ്യൻസി, അതായത് ആ എടുക്കുന്ന എഫേർട്സ് എന്ന് പറയുന്ന രജിസ്റ്റർ ആവുന്നത് ആ നോട്ടി ലിറിക്സ് അല്ലെങ്കിൽ ചേരുമ്പടി ചേരുന്ന തരത്തിലുള്ള വാക്കുകളുടെ, അത് മാത്രമല്ല നമ്മൾ നോക്കുന്ന ഒരു പ്രാസവും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്കിതൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഹൈദരാബാദ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈദരാബാദിനെ പറ്റി ഓർക്കുമ്പോൾ ഏതൊരു മലയാളിക്ക് സാധാരണഗതിയിൽ ഓർമ്മ വരുന്ന പാട്ട് ചൽ 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 മേരെ സാത്തി, ഞാനിപ്പോൾ ഹൈദരാബാദിൽ അനുരാഗ പടവുകൾ തേടി നല്ലൊരു ജീവിത ലക്ഷ്യം തേടി. ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലത്തെ ഒരു വരികളാണ്. നല്ലൊരു ജീവിത ലക്ഷ്യം തേടി എന്നൊന്നും സാധാരണ പാട്ടിനകത്ത് വരില്ല. ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള കാര്യം എന്താ? ഈ സിനിമയിൽ ഇവൻ പാലക്കാട്, ഇപ്പം പാലക്കാട് നിന്നാണ് വണ്ടി കയറുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇതിപ്പം ബോർഡും ഒക്കെ ഈ പുതിയ വെർഷനിൽ പാലക്കാട് നിന്ന് തന്നെയാണ് ഇത് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാലക്കാട് നിന്ന് ഇവൻ വണ്ടി കയറി കേരളത്തിൽ വയനാട്ടിലുള്ള പയ്യൻ പാലക്കാട് നിന്ന് പോകുന്നതായിട്ടാണ് ഈ സിനിമയിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഡബിങ്. ഇന്നിപ്പോ ഡബിങ് സിനിമയിൽ അതിന് ആവശ്യമില്ല, അന്നത്തേല് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ആര്യ 1-ല് ആ നിങ്ങൾ ചോദിച്ച രണ്ടാമതേക്ക് വരാം. ആ ചൽ ചൽ മേരെ ഇതിലെ ആര്യ 1-ലെ ആ ബോർഡുകള് ആ സമയത്ത് അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല. അതായത് ഗ്രാഫിക്സ് റീവർക്ക് ചെയ്ത് പേരും
ലോഗോ മറ്റുള്ള ഐ മീൻ അതിലൊരു ലെറ്റർ വായിക്കുന്നു, ആ ലവ് ലെറ്റർ വായിക്കുന്നു. അത് ഞാൻ സോ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇത് ചെയ്യുന്ന അല്ലു അർജുൻ എഴുതിയതുപോലെയുള്ള ഒരു ലെറ്റർ വായിക്കുന്നു. അത് മാത്രമല്ല ബിഗിനിങ്ങിൽ ഒരു സീനിൽ ഒരു ഗ്രാഫിക് ഷോട്ടുണ്ട്. ഇത് റീവർക്ക് ചെയ്യാൻ ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ അവിടെ ഹൈദരാബാദിലുള്ളൂ, പ്രൈം ഫോക്കസ്, ഇന്നത്തെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ലീഡിങ്. ആ പ്രൈം ഫോക്കസുമായിട്ട് കോൺട്രാക്ട് ചെയ്യാണ്. ആ കോൺട്രാക്റ്റിലൂടെയാണ് ആര്യ 1-ലെ അന്നൊക്കെ ചിന്തിക്കില്ല ആരും. അല്ല, ഞാൻ പറയുന്നത് സാർ, ഇത് ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളൊരു പടത്തിന്റെ ഷോട്ട് ഫ്രീസ് ചെയ്ത് അതിൽ VFX ആഡ് ചെയ്യാൻ വളരെ വളരെ ശ്രമകരമായിട്ടൊരു കാര്യം. അതായത് ഓൾറെഡി റെൻഡർ ചെയ്തൊരു ഔട്ടിൽ നിങ്ങൾ പിന്നെയും പണിതോണ്ടിരിക്കും. റെൻഡർ ചെയ്തിട്ടില്ല, അന്ന് റെൻഡർ അല്ല, നെഗറ്റീവ് എന്നാണ് കോപ്പി എടുക്കുന്നത്. യെസ്, നെഗറ്റീവ് ആണ് കോപ്പി എടുക്കുന്നത്. അന്ന് ഡിജിറ്റൽ പോലും ഇല്ല. അന്ന് ഡിജിറ്റൽ അല്ല, നെഗറ്റീവ് ഞാൻ കോപ്പി എടുത്ത്, അതിന്റെ പ്രോസസ്സിങ് വലുതാണ്. നെഗറ്റീവ് കോപ്പി എടുത്ത് ആ കോപ്പിയുടെ ഡബിൾ പോസിറ്റീവ് അല്ല, ഡബിൾ പോസിറ്റീവ് എടുത്ത് വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്തിട്ട് അത് കളർ ചെയ്ത് അത് ക്ലാരിഫൈ കറക്റ്റ് മാച്ച് ചെയ്യിപ്പിച്ച് പിന്നെ അതിനെ വെച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ സിങ്ക് ആക്കണത്. സിങ്ക് ആക്കി വെച്ച് മാച്ച് ചെയ്യിപ്പിക്കുന്നത്. അത് 2-3 ഘട്ടങ്ങളിൽ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്തിട്ടാണ് ആര്യയിലെ ഓരോ ഷോട്ട്സും അല്ലെങ്കിൽ റീവർക്ക്. ഇന്നിപ്പം ഒരു ഗ്രാഫിക് ഷോട്ട് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് മാജിക്കിൽ എടുത്തിട്ടാൽ മാത്രമേ അത് പയ്യന്മാർക്ക് ഈസി ആയിട്ട് ചെയ്യാം. അന്ന് അങ്ങനെയല്ല. അന്ന് അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു എഡിറ്റിംഗ് ടേബിളിൽ തന്നെ നമ്മൾ അന്നൊക്കെ ഈ എഡിറ്റിംഗ് ടേബിളാണല്ലോ. എഡിറ്റിംഗ് ടേബിളിൽ നമ്മൾ നോക്കിയിട്ട് ഇത് ഇന്ന ഷോട്ട് ഇത്ര ഫ്രെയിം, ഇന്ന ഫ്രെയിമിൽ ഇത്ര ഇത് ചെയ്യണം, അതിന് മാച്ചാവുന്ന ഇത് ചെയ്യണം, കൈയക്ഷരം ചേർക്കണം. അതിനൊക്കെ ഓരോ വിങ്ങിലും കൂടെ ഇരുന്ന് അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ആര്യ 1-ൽ തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഹാപ്പിയിലെ കാര്യം, ഹാപ്പിയിൽ ലിറിക്സിൽ തുറവൂരിനറിയാം, തുറവൂർ എഴുതുമ്പോൾ നമ്മളതിൻ്റെ ബേസിക് ഘടനയാണ് എടുക്കുന്നത്. ബേസിക് അയാൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു, അവിടെ പോയിട്ട് ഹൈദരാബാദ് എത്തിയിട്ട്, അപ്പം അതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. അതില് ഈ ഹാപ്പി അടിപൊളി ലുക്കായ ഹാപ്പി, അതിൽ 2 വേർഷൻ വരുന്നുണ്ട്. ആദ്യം നോർമൽ യങ്സ്റ്റേഴ്സ് പെണ്ണുണ്ടേൽ ഹാപ്പി, അത് കഴിഞ്ഞിട്ട് ഈ ബണ്ണി എന്നുള്ള ക്യാരക്ടറുടെ വേർഷൻ വരുന്നുണ്ട്. അതിൽ മാറും. അതായത് പോക്കറ്റ് മണി ഉണ്ടേൽ ഞാൻ ഹാപ്പി, അതായത് ഇവിടെ മൊത്തം ഗേൾസും പബും ലൈഫായിട്ട് അവസാനം ഈ ക്യാരക്ടറിന്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറും. അത് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനൊക്കെ നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഒരു സിനിമ ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിരുന്നാൽ ഒരു സിനിമയുടെ ഒരു ഇപ്പം ഞാൻ ലാസ്റ്റ് അല്ലു അർജുൻ്റെ പടം ചെയ്ത അങ്ങ് വൈകുണ്ഠപുരമാണ്. അതിലെനിക്ക് വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഇടപെടേണ്ട കാര്യം വളരെ സീരിയസ് ആയിട്ട് വേണ്ടി വന്നത് ഒരൊറ്റ സോങ്. അതായത് ഈ അല്ലു അർജുൻ അങ്ങ് വൈകുണ്ഠപുരത്തിൽ ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ഒരു 5-6 സോങ് പാടുന്നു. ഈ 5-6 സോങ്ങും ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതിയിട്ട്, ഇത് എഴുതുന്നതല്ല, അതിന് മാച്ചാവുന്ന തരത്തിൽ അതിൻ്റെ RR എടുക്കണം. സാറാണ് എഴുതിയത് വരികൾ? ആ വരികൾ സിനിമയിലെ പാട്ടുകളല്ല, ബിറ്റുകളല്ല, മീറ്റിംഗ് ടേബിളിലെ ആ സീക്വൻസ് അല്ല ഞാൻ എഴുതിയത് ഒരൊറ്റ രാത്രി. അത് ഭയങ്കര പാടാ. കാരണം എന്താ വെച്ചാ തെലുങ്കില് അവിടുത്തെ പവൻ കല്യാണം, ചിരഞ്ജീവി ഒക്കെ റെഫറൻസിൽ വരുന്ന പാട്ടുകളാണ്. അത് നമുക്ക് ഇവിടെ ഒരിക്കലും ആ മാച്ചിങ് പാട്ടുകൾ കിട്ടില്ല. ഇതില്ല. അതൊന്ന്. 2, അതിൻ്റെ മ്യൂസിക് ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം പോലെയല്ല. മ്യൂസിക് ഒരു സിനിമയ്ക്കാണ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം തമ്മൻ എൻ്റെ അടുക്ക പറഞ്ഞ് അതിൻ്റെ മ്യൂസിക് തരില്ല, നമ്മുടെ കയ്യിൽ ബേസ് ഇല്ല, മൈനസ് ട്രാക്ക് ഇല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാറ്റിയേ പറ്റൂ. സിനിമയിൽ വരണമെങ്കിൽ ആ ബേസ് നീ തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ അയാളുടെ അസിസ്റ്റൻറ്റിനെ എൻ്റെ കൂടെ വിട്ടു തന്നു, തമ്മൻ. അസിസ്റ്റൻ്റെ വിട്ടു തന്നു. ഒരു ദിവസം രാത്രി കൊണ്ട് അവിടെ ഉള്ള പല സിംഗേഴ്സും മലയാളികളാണ്, അല്ലാത്ത 2 പേരും ഉണ്ട്. 2-3 പേരെ കൊണ്ട് ഓരോ വോയിസ് ഓരോ രീതിയിലാണ് പാടിപ്പിച്ചത്. 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് അയാളുടെ അസിസ്റ്റൻറ്റിനെ വെച്ച് ഞാൻ അതിൻ്റെ കീബോർഡ്, അത് അതിൻ്റെ
നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് പറയാം, രാത്രി നടക്കുന്നത് 2:30-3 മണിക്കാണ് ആ സംഭവം നടക്കുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാം. രാത്രി 2:30 മണിക്കാണ് ആ കുട്ടികൾ പാടാൻ വേണ്ടി എൻ്റെ അടുക്ക വരുന്നത്. അതിന് മുന്നേ ഒരു പാട്ട്, ഏതോ ഒരു പാട്ട് ഞാൻ പാടിപ്പിക്കുകയാണ്. അമ്മൻ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ നോക്കുക ആ പാട്ടിൻ്റെ ലിറിക്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഏത് പാട്ടാണെന്ന് എൻ്റെ മെമ്മറി വരുന്നില്ല. അതമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ പറയാണ്, ഇത് നോക്കുക അതിൻ്റെ ലിറിക്സ് കറക്റ്റാണോ. അത് പാടി കഴിഞ്ഞതിന് ശേഷം മലയാളം വേർഷൻ്റെ കാര്യമാണ് പറയണത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് തരുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആ ലിറിക്സും ആ ഒരു ഇതും സോങ്സിൻ്റെ ആ മൊത്തം ഇതുകളും ചെയ്തെടുക്കുകയാണ്. അപ്പോഴും ട്രാക്ക് കറക്റ്റല്ല, പിന്നെയാണ് ട്രാക്ക് സിങ്ക് ചെയ്തത്. ആ പാട്ട് പൊളിഞ്ഞിരുന്നുവെങ്കിൽ, മലയാളത്തിൽ തെലുങ്കിൽ എടുത്തിട്ട് ആ പാട്ടുകൾ ഇട്ടിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് ജീവൻ ഉണ്ടാവില്ലായിരുന്നു, പടം നിൽക്കില്ല. ആ സീനാണ് ഹൈലൈറ്റ് ആവുന്ന സീൻ എന്ന് വെച്ചാൽ ആ ടെമ്പോയും ആ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ആ സീനാണ്. ബോർഡ് റൂം സീൻ, അത് യൂട്യൂബിൽ ഇപ്പോഴും ഭയങ്കര വ്യൂ ഉള്ള സീനാണ്. അതെ, ആ ബോർഡ് റൂമിലെ ആ ഒരു പെർഫെക്ഷൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ആ സിനിമയിൽ ജീവൻ വെച്ചത്. എന്ന് വെച്ചാൽ ആ സിനിമ ഇപ്പം 370 കോടി രൂപ ലാഭം കിട്ടി പ്രൊഡ്യൂസറിന്. കാദറസിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷേ ലാഭം കിട്ടിയില്ല, അതൊക്കെ ഓക്കെ. പക്ഷേ എനിക്ക് ആ സിനിമയുടെ ഒരു ടോട്ടൽ പെർഫെക്ഷൻ അത് ഞാൻ എൻ്റെതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാളിപ്പോൾ ഒരു ലിറിക്സ് എഴുതുന്നു, അവരവിടെ പാഠം കഴിഞ്ഞു പോയി. മറ്റൊരാൾ അതിൻ്റെ മറ്റേതെങ്കിലും ഘടനകൾ ചെയ്യുന്നു, അവർ പോയി. പക്ഷെ അതിൻ്റെ ടോട്ടാലിറ്റി ഇപ്പം ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ഡയറക്ടർ ത്രിവിക്രം സാറ് വന്നിട്ട് എനിക്ക് 2 മണിക്കാണ് മാറിത്തരണത് രാത്രി. അദ്ദേഹം 2 മണി വരെ ഇരുന്ന് ജോലി ചെയ്യും. 2 മണിക്ക് ശേഷമാണ് എനിക്ക് കയറുന്നത്. അപ്പോൾ 2 മണിക്ക് ശേഷമാണ് ഞാൻ മിക്സിങ്ങിനും മറ്റുള്ള പ്രോസസ്സിങ്ങിനും കയറുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ലാസ്റ്റ് 5 ദിവസവും നമ്മുടെ വർക്ക് ചെയ്യുന്നത്. അവരും നെക്ക് വരെ നിന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പം നമ്മുടേതായ കോൺട്രിബ്യൂഷൻ, ഒരു സിനിമ എന്തുകൊണ്ട് പെർഫെക്റ്റ് ആവുന്നു, സിനിമ എങ്ങനെ ലിറിക്സിലാണെങ്കിലും, എങ്ങനെ സോങ്സിലാണെങ്കിലും, എങ്ങനെ ടോട്ടൽ പെർഫെക്ഷൻ, ഡബിങ് സിനിമയുടെ ഒരു ഇൻറ്റേർണൽ പെർഫെക്ഷൻ എങ്ങനെ ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു പിന്നാപ്പുറം നമുക്ക് ഇമേജ് ചെയ്യാൻ. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കാണുന്ന ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനത്തെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒരുപാട് വീടുകളുടെയും ഗോ ടു സിനിമയാണ് അല വൈകുണ്ഠപുരം അല്ലെങ്കിൽ അങ്ങ് വൈകുണ്ഠപുരത്ത്. ഞങ്ങളതിൽ വളരെ വളരെ ഹാപ്പിയാണ്. സാർ ആ പ്രൊഡക്റ്റിൽ 100% ഹാപ്പി അല്ല എന്നാണോ ഞാൻ 100% ഹാപ്പിയാണ്. 100%. സാമ്പത്തികമായിട്ട് എനിക്ക് വിഷമമുണ്ടായി, ബാക്കിയുള്ള രീതിയിൽ ഞാൻ 100% ഹാപ്പിയാണ്. അതാരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അതിന്റെ ചെറിയ പോരായ്മകൾ ഞങ്ങൾ തിയേറ്റേഴ്സിൽ കാണുമ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു, ആളുകൾ ഒരുപാട് കയറി കണ്ടിരുന്നു. പിന്നെ അല്ലു അർജുനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കിട്ടി, ഒക്കെ സംഭവം ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പിന്നണി എന്ന് പറയുന്നത്, എനിക്ക് ഞായറാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നത്. അതെ അതെ അതെ, 5-ാം പാതിര എന്ന് പറഞ്ഞ ഒരു പടം സൂപ്പർ ഹിറ്റായിട്ട് പോയി. അപ്പോൾ തിയേറ്ററിക്കലി എനിക്ക് വേണ്ട രീതിയിൽ ഉള്ള സപ്പോർട്ട് കിട്ടിയില്ല. അപ്പം നിങ്ങൾ ഒരാൾ വിലയിരുത്തുന്നത് ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ നോക്കുമ്പോൾ അവിടെ ഒരു 500 പേരുണ്ടാവാം, 1000 പേരുണ്ടാവാം. ആ സിനിമ വിജയിച്ചു നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു എഫേർട്സ്, അതിനുള്ള എക്സ്പെൻസ് അത് കടന്ന് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിനിമയുടെ തിയേറ്ററിക്കലായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഒരാൾ എത്ര ശതമാനം തിയേറ്റർ ഷെയർ നമുക്ക് തരുന്നു. ഹോൾഡ് ഓവർ ആയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 30% ആണ്, 40%. ഞാൻ ആര്യയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഡബ്ബിങ് സിനിമകൾക്ക് റെസ്പെക്റ്റ് ഇല്ല. ഇപ്പം ഇവരൊക്കെ ചിലപ്പോൾ ബണ്ണിയുടെ പടങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അന്ന് തിയേറ്റർ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ 30 രൂപയാണ്, 40 രൂപയാണ്, 60 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 70 രൂപ 60 രൂപയൊക്കെയാണ്. 80 രൂപ എറണാകുളത്ത് എവിടെയോ സ്റ്റേഷനിലേ ഉള്ളൂ. അന്ന് 100 രൂപ പോലും ടിക്കറ്റ് ചാർജ് ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 40,000 രൂപ ഷെയർ വരുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഷെയറാണെന്ന്. കമ്പയർ ചെയ്യുന്നത് എന്താണ്? ഡബ്ബിങ് സിനിമകളോടാണ്. അത് ഷെയർ കിട്ടുന്നത് എത്രയാണ്? 50%, 30%, 40%. എങ്ങനെ പിടിച്ചു വെക്കും?
അപ്പം ഹാപ്പി, സൂപ്പർ ഹിറ്റാണ്. ബട്ട് ബേസിക് കോസ്റ്റ് എന്താണെന്നോ, നമ്മൾ അന്ന് കൊടുത്ത പരസ്യം എന്താണെന്നോ, എങ്ങനെ അല്ലു അർജുനെ ബൂം ചെയ്തെന്നോ, അതിനൊക്കെ ഒരു ഫോർമുല, സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. സ്ട്രാറ്റജിക് ഉണ്ട്. എന്തായിരുന്നു ആ സ്ട്രാറ്റജി? അതിപ്പോ വെളിവാക്കാൻ പറ്റില്ലേ? ഇപ്പൊ അദ്ദേഹം നാഷണൽ വൈഡ് സ്റ്റാർ ആയിരിക്കുന്നു. അദ്ദേഹം സ്റ്റൈലിഷ് സ്റ്റാർ എന്ന ഐക്കൺ സ്റ്റാറിലേക്ക് ട്രാൻസ്ഫോം ആയ പടം തന്നെ ഹാപ്പിയാണ്. എന്തായിരുന്നു അല്ലു അർജുനെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ പിന്നത്തെ ഘടകം ഞങ്ങളോട് പറയാൻ പറ്റുന്നത്? ഒരു കാര്യം മനസ്സിലാക്കാം, അല്ലു അർജുന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കേരളത്തിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിക്കാം. കൊച്ചു കുട്ടികളെ, കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കുക. അതാണ് ഞാൻ അല്ലു അർജുന കേരളത്തിൽ ചെയ്ത ഒരു സ്ട്രാറ്റജി. ആ ഒരു നെയിം സ്ലിപ്പ് അറൗണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെയിം സ്ലിപ്പ് മാത്രം ഒരു 1,00,000 രൂപയ്ക്ക് മുകളിൽ ഞാൻ അടിച്ചിട്ടുണ്ട് ശുപാർശയിൽ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകൾക്ക് ഞാൻ അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, ഒരു 3D കാർഡ്, ഫാൻസ് കാർഡ് എന്ന് പറഞ്ഞ ഒരു 3D കാർഡ് ഉണ്ടാക്കി. ആ 3D കാർഡ് അന്നത്തെ ഹൈലൈറ്റ്സ് ആണ്. ആരും ചിന്തിക്കുന്ന തരത്തിലേക്ക് വരാതെ മറ്റൊരു തലത്തിലേക്ക് ആ ഒരു കാർഡ് കൊണ്ട് ഞാൻ എത്തിച്ചു. അപ്പോൾ ആ 3D കാർഡ്, ഫാൻസ്, അല്ലു അർജുൻ ഫാൻസ് എന്ന് പറഞ്ഞ് 3D കാർഡ് കിട്ടാൻ പല വ്യക്തികളും പല കുട്ടികളും, പയ്യന്മാർ, ഐ മീൻ 12 to 18 years 20 years ഉള്ള ഓൾഡ് പയ്യന്മാരുടെ ഒരു ക്രൈസ് ഞങ്ങൾ മാറൂലേ? അതെ, അറിവുണ്ട്. അപ്പൊ ആ കാർഡ് കിട്ടാൻ പലരും ഇത് ചെയ്തു. അപ്പൊ ഇത് ഫാൻസിനെ കൂട്ടി. നാന വഴിയും മറ്റു മാഗസിൻ വഴിയും ഞാനത് പരസ്യം ചെയ്തു, ഫാൻസിൻ്റെ ഇത് ചെയ്യണം, ഇതിങ്ങനെ വേണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അത് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് എൻ്റെ സ്ഥാപനത്തിലെ മാനേജറുടെ നമ്പറിലാണ് അത് ഉണ്ടാക്കിയെടുത്തത്. അന്ന് എന്നെപ്പോലെ ചിലപ്പോൾ മറ്റൊരാൾ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിന് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത, ഞാൻ ആരോടും കമ്പയർ ചെയ്യുന്നില്ല, ഒരു റിയൽ ആയിട്ടൊരു ഹോംവർക്ക് അല്ലു അർജുന് നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അത് ആരെയും മികച്ചതാക്കാനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, വളരെ ഓണസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലു അർജുൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഒരു ബേസ്, പില്ലർ എന്നൊക്കെ, അടിത്തറ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അസ്ഥിവാരത്തിന് അത് ഉപകരിച്ചിട്ടുണ്ട്. 100% ഉറപ്പാണ്. ഇന്നിപ്പോ ഒരു ഫോൺ കോളിന് അപ്പുറത്തുണ്ടോ അല്ലു അർജുൻ? ഞാൻ ഇടക്കാലത്തൊന്നും ശ്രമിച്ചിട്ടില്ല, ബിക്കോസ് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി. പക്ഷെ കാണുമ്പോൾ നല്ല സ്നേഹമാണ്. ആദ്യ കാഴ്ച ഓർമ്മയുണ്ടോ അല്ലു അർജുനെ ഫസ്റ്റ് കാണുന്നു? എന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അന്ന് അല്ലു അർജുൻ ഗീതാർട്സ് അവരുടെ ഓഫീസിൽ ഞാൻ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന ഒരാളാണ്. എന്നെ ഒന്ന് കണ്ടു കെട്ടിപ്പിടിച്ചു, നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു. ഗീതാർട്സിൽ വെച്ചാണ് മീറ്റ് ചെയ്യണത്. പുള്ളി ഒരു കാഷ്വൽ ടീഷർട്ട്, കോളറില്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ട് വന്നു, വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു. അന്ന് അത്രയ്ക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ടില്ലല്ലോ, ജസ്റ്റ് അപ്കമിങ് അല്ലേ. പക്ഷെ ആളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ വലുതാണ്, സ്ട്രെങ്ത് ഉള്ള ബാക്ക്ഗ്രൗണ്ട്, ഫിലിം ഫാമിലിയാണ്. ഒരു ബാക്ക് ബോൺ ഭയങ്കര. അങ്ങനെയാണ് അവിടെ വിളിക്കുന്ന എല്ലാവരും. ഞാൻ അവിടെ പോയിട്ട്, ഞാൻ അവിടെയാണ് ഏകദേശം ദിവസങ്ങൾ അവിടെ പോയി. എനിക്കൊരു റൈറ്റ് സൈഡ് ഒരു ക്യാബിനിൽ ഞാൻ ക്യാബിൻ എല്ലാവരും ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുന്ന അവിടെ ഇരുന്ന ഒരു സ്ഥലം. രാവിലെ പോയാൽ വൈകുന്നേരം വരെ ചിലപ്പോൾ ഇരിക്കും, ഉച്ച വരെ കുറെ. എല്ലാവരും നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അല്ലു അർജുൻ അത്ഭുതമായിരുന്നോ? തെലുങ്ക് സിനിമകൾ അദ്ദേഹത്തിന് വലിയ എഫേർട്സ് എടുക്കുന്നില്ലല്ലോ. അദ്ദേഹം മലയാളികളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അദ്ദേഹം തെലുങ്കുകാരുടെ സെൻസിബിലിറ്റീസിന് വേണ്ടിയിട്ട് തന്നെയാണ് പടം ചെയ്യുന്നത്. പക്ഷേ ഇതിന് ബാക്ക് എൻഡിൽ ഒരു വലിയ ടീം വർക്ക് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടായി വരുന്നു. ഇവിടെ ആ 2005 മുതൽ 2008 വരെയുള്ള കാലത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, അല്ലു അർജുൻ ഇതായിരുന്നു മെയിൻ ലീഗ്. അതിനെപ്പറ്റി അദ്ദേഹം അവെയർ ആയിരുന്നോ? വിഷ്ണു അല്ലേ പേര്? യെസ്, വിഷ്ണു. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഹീറോയെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു വ്യക്തികളാണ് മലയാളികൾ. ശരിയാണ്. ഈ മലയാളികളുടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈവൻ ദോ റൊണാൾഡോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും അവർക്ക് അവരെ ക്രൈസ് എന്ന് പറയുന്നത് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് മലയാളി. ബേസിക്കലി മലയാളി സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണ്. അതെ 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 അതെ. ഈ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ ഈ ക്രൈസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ്, അവരവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് മലയാളി. ഈ മലയാളികളുടെ മുന്നിൽ മറ്റൊരു ആളാവും എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സ്പെഷ്യലി മലയാളി ഗേൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും, എനിക്കിപ്പോൾ അനുഭവമുണ്ട്, ഞാൻ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു മലയാളി ഗേൾസ് വാവ് ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയുമായിരിക്കും. അതിനേക്കാൾ ഭംഗി കൂടുതലാണ് മലയാളി പയ്യന്മാർക്ക്. നമ്മൾ ഗേൾസ് നമ്മുടെ മുമ്പ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. മലയാളി പയ്യന്മാർ വൃത്തിയുള്ള, ഡ്രസ് കോഡുള്ള, ഹാൻഡ്സമായിട്ടുള്ളവരാണ്. അപ്പോൾ ഈ മലയാളി പയ്യന്മാരുടെ മുന്നിൽ ഇവർ കൈ കൊടുക്കാനോ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാനോ എടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ തുറയിലും മലയാളി സാന്നിധ്യമുണ്ട്. ഇവർ സർക്കിളായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ മലയാളിയാണ്. അതൊരു പ്രസ്റ്റീജാണ്. അത് ആർക്കും കൈവരിക്കാൻ പറ്റാത്ത നേട്ടമാണ്. ആ നേട്ടം അല്ലു അർജുൻ ചെറുതായിട്ട് കാണത്തില്ല. ആ നേട്ടം അല്ലു അർജുൻ മറ്റൊരു ആർട്ടിസ്റ്റിന് ഇപ്പം ചരനുണ്ട്, NTR ഉണ്ട്, പ്രഭാസ് ഉണ്ട്. പ്രഭാസ് സൂപ്പർ ഇട്ട് കൊടുത്താണ്. പിന്നെന്താ അന്വേഷിച്ച ഒരു പടവും ഫാൻസ് ഉണ്ടാത്ത. അടിസ്ഥാനപരമായിട്ടൊരു ബേസ്. ഇപ്പം നമ്മളൊരു 5 നില 10 നില ബിൽഡിങ് കെട്ടുമ്പോൾ അസ്ത്രൻ്റെ പില്ലർ ഇടുന്നതിലല്ലേ കഴിവിരിക്കുന്നത്, എൻ്റെ ബേസ് ഇടുന്നതിലല്ലേ കഴിവിരിക്കുന്നത്. ബേസ് ഇട്ടാലേ പിന്നെ ബിൽഡിങ് മതിലോ കെട്ടി മുകളിൽ പോകാം. ആമാതിരി ഒരു പില്ലറ് ജനറേറ്റ് ചെയ്തതിലാണ് നമുക്കെന്തെങ്കിലും രീതിയിൽ അല്ലു അർജുൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ്. അവർ ചിലപ്പോൾ അതിനെ വെച്ചിട്ട് വലുതാക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഖാദറസൻ ഇന്ന് അവർക്കൊരു അഭിവാദ്യ ഘടകമല്ല. കാരണം എന്നെ വിട്ടിട്ട് എന്നെ നല്ല രീതിയിൽ പടങ്ങൾ ചെയ്തു, അവർ വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം പക്ഷേ തുടക്കത്തിൽ അതിന് വേണ്ട ഈച്ച് ആൻഡ് എവരി എന്താ പറയുന്ന എവരി പിൻ പോയിന്റ്, ആ ഒരു സ്മോൾ തിങ്സ് പോലും ഞാൻ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹാപ്പിയെ പറ്റി 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ഹാപ്പിയിൽ ഏറ്റവും അധികം ആളുകൾ പടത്തോട് കൂടുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ആവേശത്തോടു കൂടി കാണുന്നതും അല്ലാതെ പടം അല്ലാതെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും ഒരു മലയാളം പടത്തിൽ വരില്ലല്ലോ ഈ സൈഡിൽ ഈ പെർഫോമൻസ് എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റിൽ എൻ്റെ മധുപതി എന്ന് പറഞ്ഞ് അടിച്ചു കരയുന്നത്. അത് നോർമലി ഒരു മലയാളം പടത്തിൽ പ്ലേസ് ചെയ്ത മലയാളം ആക്ടർ ചെയ്താൽ ചിലപ്പോൾ അത്രയും വർക്ക് ആവണമെന്നില്ല. ഈ സീൻ കാണുമ്പോഴും അതിന് വേണ്ടിയിട്ട് ജിസ്റ്റോയെ കൊണ്ട് ഡബിപ്പിങ്ങും ഇത് ഇങ്ങനെ വർക്ക് ആവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? അതായത് കുറച്ച് ഓവറായിട്ടാണല്ലോ അല്ലു അർജുൻ അത് ചെയ്യുന്നത്. അതായത് ആ സിനിമയിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന ഘടകം, നിങ്ങൾ ആദ്യം ഒരു പോയിന്റ്, നിങ്ങൾ വിഷ്ണു ഒരു പോയിന്റ് പറഞ്ഞു, മലയാളികൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് സിനിമ. ഒന്നും അമിതമായിട്ട് എക്സൈറ്റ് ആവില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് എന്നെയല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിസ്മോൻ അതിര് വിടാതെ അയാൾ അത് കൺട്രോൾ മലയാളികൾക്ക് ഇണങ്ങുന്ന രീതിയിൽ അത് ചെയ്തെടുപ്പിച്ചു. അതുപോലെ തന്നെ ദേവി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അതിലെ ഡബിങ് ചെയ്ത പെൺകുട്ടി അവൾ എക്സ്പീരിയൻസ്ഡ് ആണ്. അന്ന് ആ ദേവി ആ വോയിസിൽ മിതത്വം, ദേവിയേക്കാൾ കൂടുതൽ ജിസ്മോനെ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ജിസ്മോൻ അതിൻ്റെ ഒരു ഇമോഷണലി വരുന്ന ആ ഒരു വോയിസിനെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനൊരു ലിമിറ്റ് വെച്ച് അത് ചെയ്തു. പിന്നെ ഞാൻ അതിൽ മിക്സിങ് ടൈമിൽ ഞാൻ അതിൻ്റെ ആ പെർഫെക്ഷൻ, ആ ഒരു DTS മിക്സിങ്, അന്നൊക്കെ DTS ആണല്ലോ, DTS മിക്സിങ് ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു ലെവലും അതിനൊക്കെ റിവേർബ് കൂട്ടി. അതിന് ആ ഒരു സ്ട്രൈറ്റ് ഇമ്പാക്റ്റ് വരാത്ത തരത്തിൽ റിവേർബ് കൂട്ടിയിട്ട് അന്ന് നമ്മുടെ ഒരു പാറ്റേൺ ഇട്ടു. അതിനൊരു അതായത് ജെർക്കാവാത്ത തരത്തിലുള്ള വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ ജെർക്കാകാത്ത തരത്തിലുള്ള, നമ്മളെ ഒരു സ്പർശിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അന്ന് ശങ്കർ എന്ന് പറഞ്ഞിട്ട് ഭരണി സ്റ്റുഡിയോയിലെ എൻജിനീയറാണ് എൻ്റെ കൂടെ ഇരുന്നത്. ഞാൻ ശങ്കറുമായിട്ട് ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് അയാൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അതുപോലെ ഈ പാട്ട് കേട്ടാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ,
ആ സീൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മ ഉണ്ടോ? ഫൈറ്റ് ചെയ്ത് പാട്ട് എനിക്ക് മ്യൂസിക് വേണം, ഫൈറ്റ് ചെയ്യണമെന്നാണ് സീക്വൻസ്. അതില് പാട്ട് കേട്ടാൽ ആ പാട്ട് കേട്ടാൽ ഉള്ള ഒരു കാര്യം പറയേണ്ടത്, ആ സിനിമയിലുള്ള ഒരു ഘടന, അതിലൊരു പാട്ട് വേറെ പടത്തിലെ പാട്ടാണ്, ചിരഞ്ജീവിയിലെ ഒരു പടത്തിലെ പാട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിന് മാച്ചാവുന്ന തരത്തിലുള്ള പലതും കയറ്റി. അപ്പൊ അത് കയറ്റിയിട്ട് ആ ഒരുത്തൻ പാടുമ്പോൾ ലജ്ജാവതിയെ അതൊക്കെ കൊണ്ടുവന്നു. അപ്പൊ അതിൽ ഇണങ്ങുന്ന തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഹീറോയിസം കാണിക്കാൻ നമ്മൾ ചില പൊടിക്കകൾ കാണിച്ചേ പറ്റത്തുള്ളൂ. ഹീറോയിസം എന്ന് പറയുമ്പോൾ അത് ഒരു മാജിക്കാണ് ഹീറോയിസം. പിറകിൽ എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ മാജിക്ക് പൊളിഞ്ഞു പോകും. സ്ക്രീൻ, അതായത് സ്ക്രീൻ എന്ന് പറയുന്നത് വന്നിട്ട് ഒരു സെല്ലുലോയിഡിൽ കാണുമ്പോൾ എന്ത് ആവേശം വരുന്നോ അതാണ് സിനിമ. അതിൽ എനിക്ക് പാട്ട് കേട്ടാലേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂന്നോ, അല്ലെങ്കിൽ 4 പേര് 6 പേര് 3 പേര് വരാതെ 4 പേര് വെച്ച് വന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു ആവേശം പറഞ്ഞത് ഇത് സെല്ലുലോയിഡാണ്. ഒരു സാധാരണ ഒരു ഹീറോയിൻ പെണ്ണിനെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഹീറോയിൻ അല്ല, സെല്ലുലോയിഡ് കാണുമ്പോൾ അവൾ ഹീറോയിനാണ് അല്ലെങ്കിൽ ഹീറോയാണ്. ഇപ്പം അല്ലു അർജുൻ നമ്മളെ കൂടെ വന്നിരുന്നാൽ അല്ലു അർജുൻ സാധാരണ ഒരു മനുഷ്യനാണ്, വ്യക്തി തന്നെയാണ്. അതടുത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ മറ്റൊരു ഈ കാന്തമ്മ, പൊന്നമ്മ, തങ്കമ്മ ആ പേരൊക്കെ സാറിന് സജഷനായിരുന്നോ? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ, കോമഡി വരാൻ വേണ്ടി ഉണ്ടാക്കിയ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇപ്പൊ ശാന്തമ്മ സിംഗ്, അതിനൊരു ഒരു അറിയാതെ ജനത്തിനൊരു ചിരി വരണം. അതൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉണ്ടാക്കി എടുക്കുന്ന ഒരു സംഭവങ്ങളാണ്. ആ പഞ്ചാബി ലേഡി അത് തന്നെയായിരുന്നു തെലുങ്ക് വേർഷനിൽ പറയണത്. അതായത് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാമോ സാർ? അങ്ങനെ അല്ലല്ല, അത് വേറെ രീതിയിലാണ്, അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതുപോലെയുള്ള ഒരു വേറെ രീതിയിലാണ് നമ്മൾ അതിനെ മാറ്റി മലയാളീകരിച്ച് എടുത്തിട്ടുണ്ട്. ഈ മനോജ് ബാജുവിയുടെ ഇയാൾ കഥ പറയുമല്ലോ, സാർ കല്യാണം കഴിച്ച സാർ ഞാൻ മുകളിലോട്ട് പോകുന്നിട്ട് നടന്നു പോകുന്നുണ്ടല്ലോ, അത് ശരിക്കും പഞ്ചാബി ഹൗസിൽ മറ്റേ കൊച്ചിൻ ഇപ്പൊ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടിയാലേ സാർ എന്നുള്ള രീതിയിൽ നടന്നു പോകുന്ന ഒരു സീക്വൻസാണ്. ആ ഇങ്ങനെ അല്ലു അർജുൻ നടന്നു വരുന്നത് പിന്നെ ഒരുപാട് ട്രോളുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഡയലോഗ്സ് എഴുതുമ്പോൾ എന്തെങ്കിലും പ്രിസൈസിൽ ശ്രദ്ധിച്ചിരുന്നോ? കാരണം അത് മനോജ് ബാജ്പേയിനെ പറ്റിക്കുകയും വേണം, എന്നാൽ നമുക്കത് കോമഡി ഫീൽ ചെയ്യുകയും വേണം. ആ സീനിൽ എഴുതുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഓർമ്മയില്ല. അങ്ങനെ ഒരു സീനിൽ എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. ഏത് സീനായിരുന്നു? അതായത് മനോജ് ബാജ്പേയിയോട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യണല്ലോ അല്ലു അർജുൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതില് അത് ഒരു പവൻ കല്യാണിന്റെ ഒരു സിനിമയിലെ സീനാണ്. ആ പവൻ കല്യാണിന്റെ സീനിനെ അത് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാ. കാരണം നമ്മളവിടെ കണ്ടിട്ടില്ല. അത് ഞങ്ങൾ ആ വാക്ക്, അവള് ജനിലിയ ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രിയദർശനാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ച മോഹൻലാലിനാണ്. മോഹൻലാലിന് കൊടുക്കണം. സാറ് സിനിമ ഒന്നും കാണാറില്ല, അങ്ങനെ എന്തോ ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ സമയത്ത് തീരുമാനമെടുത്ത ചില കാര്യങ്ങളാണ്. ലിപ്പ് സിങ്ക് ആവണം, പ്രിയദർശൻ, അത് വേറെ എന്തോ ആണ് അവിടെ പറഞ്ഞത്. അപ്പൊ അത് ആ സ്ലിപ്പ് സിങ്ക് ആവണം. ഫൈനലി ഇപ്പോൾ ഭയങ്കരധികം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഗജബോക്കിലത്തെ ഡയലോഗ്സ്. ഗജബോക്കിലത്തെ ഡയലോഗ്സ് ഈ ഭഗവത്ഗീതത്തെ ഭഗവത്ഗീതത്തെ ഈ വചനങ്ങളൊക്കെ പോലെയാണ് ആളുകളെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ലൈഫ് ലെസൺസ് എന്നാണ് ഗജബോക്കിലെ ഓരോ സീനിനും എടുത്ത് പറയുന്നത്. അതായത് നന്നായിട്ട് അറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യുകയും വരുത്, അപ്പം നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ ജോക്കറൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സ് ആണ്. അതിന്റെ മൊത്തം വില്ലന്റെ നായകന്റെ ഡയലോഗ്സ് ട്രെൻഡിങ് ആണ്. ഗജബോക്കിലെ ഡയലോഗ് എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ആ ഗജപോക്കരി എന്നുള്ള ടൈറ്റിൽ തന്നെ തെലുങ്കിലെ പേരറിയോ? ഇല്ല. തെലുങ്കിലെ പേര് ഒരു രീതിയിലും നമുക്ക് മാച്ച് ആവാത്ത ഒരു പേരാണ്. എന്തായിരുന്നു തെലുങ്കിലെ പേര്? തെലുങ്കിലെ പേര് വിട്ടുപോയി. അപ്പൊ അത് ഒരിക്കലും മാച്ച് ആകുകയില്ല. അപ്പൊ നമ്മൾ പോക്കരി ആൾറെഡി വന്നു, അതിന് മുകളില് പ്ലേസ് ചെയ്യണം. അങ്ങനെയാണ് ഗജപോക്കരി ആക്കിയത്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫോർമുല, അത് ത്രിവിക്രം ഡയറക്ടർ ചെയ്ത ഒരു പടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഇങ്ങനെയൊക്കെ വരണമെന്ന്. അപ്പം ഒരു ഇന്റർനാഷണൽ ക്രിമിനലായ വ്യക്തിക്ക് പണി കൊടുക്കുന്ന ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും അതിന് മുകളിൽ നിൽക്കുന്ന ഓരോ ശൈലികളും ഉണ്ടാവണം. അതിനെന്തൊക്കെ ചേരുവ, ആ ചേരുവകളുടെ ഒരു പെർഫെക്ഷൻ
ഞാൻ ആ സിനിമ കണ്ടിട്ട് ആദ്യം റഫ് നമ്മൾ സിനിമ എഡിറ്റിംഗ് ടേബിളിലാണ് ഞാൻ കാണുന്നത്. ആ സിനിമ എഡിറ്റിംഗ് ടേബിളിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ പ്രൊഡ്യൂസർ ധാനയാണ് ഞാൻ കുറച്ച് കാണുന്നത്. കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സിനിമ ഗജപ്പോക്കിരി എന്നുള്ള സിനിമ, പോക്കിരി അത് ആ പേര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ, എന്ത് ചെയ്യണം, എന്ത് പേരിടണമെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് പേര് വഴുതിപ്പോയ ഒരു പേരേ ഉള്ളൂ, അങ്ങ് വൈകുണ്ഠപുരം. ആ പേര് ജയറാമേട്ടൻ പറഞ്ഞാണ് അത് മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ. ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു പേരാ കണ്ടുവച്ചിരുന്നത്. അത് പറയുന്നില്ല. അപ്പോൾ അല്ലായിരുന്നുവെങ്കിൽ ആ സിനിമ സ്ട്രൈക്കിംഗ് പേരേ വരത്തുള്ളായിരുന്നു. കാരണം ഒരാളൊരു ഇത്രയും പഞ്ച് കാണിക്കുന്ന സ്ഥലത്ത് അതിന് ഇണങ്ങുന്നൊരു മറ്റൊരു അവസരത്തിൽ പറയാം കേട്ടോ. എനിവേ, ആൻഡ് ഹാപ്പി എന്തൊക്കെ കാരണം കൊണ്ടായാലും ശരി, മലയാളിയുടെ ഒരു വളരെയധികം നൊസ്റ്റാൾജിക് ഫാക്ടറിൽ ഉള്ളൊരു പടമാണ്. അല്ലു അർജുൻ്റെ കോസ്റ്റ്യൂംസ്, ജെനിലിയുടെ ക്യൂട്ട്നെസ്, മനോജ് ബാജയുടെ ക്യാരക്ടർ, എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടടാ എന്നുള്ള ഡയലോഗ്, അത് ഇപ്പോഴും റീൽസിൽ ട്രെൻഡിങ് ആണ് ഭക്ഷണം കൊടുത്തിട്ട്. സോ എല്ലാ കാലവും പുതിയതാവുന്ന ഒരു സിനിമയാണ്, വൈൻ പോലെ വർക്ക് ആവുന്ന ഒരു സിനിമയാണ്. ഇപ്പം ഇതിൻ്റെ കോസ്റ്റ്യൂംസ് നോക്കി വെക്കൂ. അപ്പോൾ ഇന്നത്തെ കാലത്തെ എസ്തെറ്റിക്കലി ഓൾഡ് മണി ഫാഷൻ ഒക്കെയാണ് അതിൽ ടീഷർട്ട്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാ രീതിയിലും ആളുകൾക്ക് ആഘോഷിക്കാൻ പറ്റാവുന്ന സിനിമയാണ്. പിന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിന്റേജ് അല്ലു അർജുൻ ഉണ്ട്. പുഷ്പയൊക്കെ പോയപ്പോൾ കുറച്ചുകൂടി ഒരു പാനന്തിനായി പോയി പുള്ളി. അതല്ലാതെ വളരെ നമുക്ക് റിലേറ്റ് ആവുന്ന ഒരു അല്ലു അർജുൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ അല്ലു അർജുനെ കാണാൻ പറ്റട്ടെ. ഈ അല്ലു അർജുൻ ഒരു വാക്കും കൂടെ പറഞ്ഞു നിർത്താം. ഈ അല്ലു അർജുൻ ഫാൻസ് എന്ന് പറയുന്നതല്ല കേരളത്തിലെ പ്രേക്ഷകർ. ഈ അല്ലു അർജുൻ്റെ ഫാൻസ് അല്ലാതെ ഇപ്പം ഹാപ്പി 188 ദിവസത്തോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 188 ഡേയ്സ് ഞാൻ കാലിക്കറ്റ് കൈരളിയിൽ ഓട്ടിച്ചതാണ് ഈ സിനിമ. 188 ദിവസം കണ്ടതിൽ എനിക്ക് അന്ന് ഒരു ഡബ്ബിങ് സിനിമ ഫാമിലി കാണാൻ വരുന്ന ഏറ്റവും കൂടുതൽ ഒന്നിച്ച്, അതായത് 15 സീറ്റ് 20 സീറ്റ് 25 സീറ്റ് ഒരു ഫാമിലി മൊത്തമായിട്ട് വന്നെന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ചരിത്രമുണ്ട്. സോ ഈ സിനിമയും ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട് ഓൺലി അല്ലു അർജുൻ ഫാൻസ്, ഫാമിലി ബേസ് ചെയ്താണ്. കേരളത്തിലെ ഒരു ഒത്തിണക്കമുള്ള ഒരു സിനിമയാണ് ഹാപ്പി. കാരണം അതിൻ്റെ കുസൃതിയുണ്ട്, നോട്ടീനെസ്സിനേക്കാൾ ഉപരി സോങ്സ് നല്ലതാണ്, അതിനേക്കാൾ ഉപരി ആക്ഷനുണ്ട്, അതിനേക്കാൾ ഉപരി ഫീൽ ഗുഡാണ്. അപ്പോൾ അതിനെല്ലാം ചേരുന്ന തരത്തിലുള്ള നല്ല സിനിമയാണ്. കുടുംബങ്ങളും കൂടി വന്ന് കാണണം, ഫാൻസ് മാത്രമല്ല കേട്ടോ. ഡെഫിനറ്റ്ലി ചിരിച്ചു കൊഞ്ചുന്ന പണി കേട്ട് വൈബ് ചെയ്യാൻ ഞങ്ങളെല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.